ദീനന്മാരിൽ കൃപ എന്ന് പറയണത് ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്കല്ല വരിക, ഒരു സമൂഹത്തിനോട് മുഴുവനായിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹം വരിക. അപ്പൊ അവിടെ ചെന്നപ്പോ മഹാരാജാവ് ദുഃഖിച്ചിരിക്കണു. ഉത്താനപാദൻ അല്ലെ, ധാരാളം ഉണ്ട് ഉത്താനപാദന്മാരും സുരുചിമാരും. നമ്മുടെ ഭാഗവത്തിലെ കഥകളൊന്നും നമ്മളിലേക്ക് ഇറങ്ങി വന്നില്ല എന്നല്ല അവരുടെ അഭിപ്രായം. എന്നാൽ ശരിയല്ല. കാരണം ഉത്താനപാദൻ സുരുചി എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ ആരായി പൊളിക്കുന്ന ആള് സുരുചി. നമ്മളൊക്കെ ഈ വേഷം കെട്ടുന്നതിന് എന്തിനാ? സുരുചിമാരെ പേടിച്ചിട്ടാ. അയ്യോ ചേച്ചി ഇത് മച്ചി ഇന്നില്ല എന്നൊക്കെ പറയുമ്പോ അല്ലേ. അപ്പൊ ഉത്താനപാദൻ ഇപ്പൊ ചിന്തിച്ചിരിക്കണമെന്നാണ്. ഇത് മുമ്പേ പറഞ്ഞില്ലേ, സത്യത്തിന്റെ വഴിയിലൂടെയല്ല നമ്മൾ പോണതെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും, തിരുത്തേണ്ടി വരും. ഈ 3 കഥാപാത്രങ്ങൾ തിരുത്തണില്ല. ധ്രുവൻ തിരുത്തണില്ല, സുനീല് തിരുത്തണില്ല, നാരദ മഹർഷി തിരുത്തണില്ല. ഉത്താനപാദൻ സുരുചി തിരുത്തണ്ട അവിടെ. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളാം. എപ്പോഴും നേരെ വഴികൂടെ പോണേ എന്തിനാന്ന് ചിന്തിക്കണ്ട. നേരെ വഴികൂടെ പോകാവുള്ളൂ. അതിന്റെ പേരിൽ ഇത്തിരി ക്ഷീണമൊക്കെ ആയാലും കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം ദുഃഖിച്ചിരിക്കണ കണ്ടപ്പോ ചോദിച്ചു, എന്ത് പറ്റിയോ? അല്ല അർത്ഥങ്ങളല്ല, അർത്ഥവും കാമമൊക്കെ നഷ്ടമായോ എന്ന് ചോദിച്ചു. അർത്ഥവും കാമമൊന്നും അല്ല മഹർഷേ, മുഴുവൻ നഷ്ടമായി. പുരുഷാർത്ഥങ്ങൾ കംപ്ലീറ്റ് പോയി അദ്ദേഹം അല്ലേ. സുതോമേ ബാലകോ ബ്രഹ്മൻ, എന്റെ 5 വയസ്സായ കുട്ടി സഹ മാത്ര മഹാൻ കവി മിടുക്കനായിരുന്നു. അതുകൊണ്ടാണ് സുരുചി പറയണത്, എന്റെ വയറ്റിൽ വന്ന് ജനിച്ചില്ലല്ലോടാ പൊന്നു മോനെ, എന്നെ സൗന്ദര്യം അല്ലേ, എന്ത് കഴിവാ. ഈ ഈശ്വരീയ ഗുണങ്ങളാണ്. ഈശ്വരീയ ഗുണങ്ങൾ കാണുമ്പോൾ ദേഷ്യ അസൂയ എന്ന് പറയണത്. അപ്പൊ അത് കണ്ടിട്ട് സുരുചി അങ്ങനെ തുള്ളിയിരിക്കുമായിരുന്നു. അപ്പൊ ഈ മഹാൻ കവിയാണ് ഇദ്ദേഹം. അവനിപ്പോ എന്റെ മടി കയറാൻ വേണ്ടി വന്നു മഹർഷേ. സ്ത്രീജിതനായിട്ട് ഞാൻ അതിനെ അഭിനന്ദിച്ചില്ലല്ലോ എന്നാണ് ആ അച്ഛൻ പറയണത്. അപ്യനാഥം വനേ ബ്രഹ്മൻ മഹർഷ. എന്നിട്ട് ആ കുട്ടിയെ നട്ടുച്ച സമയത്തെങ്ങാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്നേ. ആ വെയിലത്ത് അവിടെ ചെന്ന് വിശന്ന് തളന്നങ്ങനെ വീഴുമ്പോഴേ മഹർഷേ, അവൻ വീണ് എടുക്കുമ്പോൾ ഒരു ചെന്നായി വന്നിട്ട് ഇങ്ങനെ മണത്ത് വന്നിട്ട് അവന് തിന്നുണ്ടാവില്ലേ മഹർഷേ ചോദിച്ചു. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, അതെ ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് പോയേ? അല്ല ഇന്നലെയൊക്കെ ഈ കുട്ടി ഊണ് കഴിച്ചോ? നീ ഉത്താനപാദം ചോദിച്ചില്ല. ഇവിടെ എല്ലായിടത്തോളം ചെന്നായൊന്നും ഇല്ലെന്നാ. അതാണ് കലിയുഗത്തില് തപസ് വേണ്ടാന്ന് പറയാൻ കാരണം. ഇവിടെയുള്ള ചെന്നായി എന്നെ ധാരാളം ഉണ്ട്, എനിക്ക് കാട്ടിപ്പോണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ ശുച. ഗീതയിൽ പറയണില്ലേ, മാ ശുച, ദുഃഖിക്കാതിരിക്കൂ. ദുഃഖിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ലോകത്തിലെ. ഇത് ഗുരുവായൂരപ്പന്റെ ഒരു നാടകമാണ്, നമ്മളെന്തിനാ ദുഃഖിക്കാൻ വേണം അല്ലെ. മോഹൻലാലൊക്കെ അഭിനയിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ദുഃഖിക്കാറുണ്ടോ? അയ്യോ അത് വേണ്ടായിരുന്നു. പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതിന്റെ പേരിലും ഇങ്ങനൊന്നും ദുഃഖിക്കാനൊന്നും പോയിട്ടില്ല. ഇത് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാ. ദേവഗുപ്തം വിശാംപതേഴ് ദേവന്മാരാൽ ഇദ്ദേഹം രക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ഈ ധ്രുവൻ. അതുകൊണ്ടാ ദേവന്മാരെന്നൊക്കെ പറയുമ്പോ പറയാറുണ്ടല്ലോ 33 കോടി ദേവന്മാര്, 33 പ്രധാനം. അതിന്റെ വിഭൂതികളാണെന്ന് 33 കോടി. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ കാണാറില്ല, ആകാശദേവത മുതൽ അഷ്ടദിക്പാലകന്മാർ, ആ രീതിയിലും പറയാം. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാലും മതി. ഏതായാലും ദേവനാൽ പാലിക്കപ്പെടുന്ന ഒരാളെ പറ്റി നിങ്ങൾ ദുഃഖിക്കാണ്ടിരിക്കൂ. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കല്ലേ, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ഈശ്വരന്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുക. അവനെ അച്ഛനും അമ്മയൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല, നാമം ജപിച്ച് ശീലിച്ചോന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ പരിഭ്രമിക്കാനൊന്നും വേണ്ട, കുട്ടി രക്ഷപ്പെട്ടോളും. ഈശ്വരൻ രക്ഷിക്കും. നമ്മളെ പോലെ അല്ല, നമ്മുടെ സെക്യൂരിറ്റിക്കാരെ പോലെ അല്ല. ദുഷ്കരമായിരിക്കണ തപസ് 6 മാസം കൊണ്ട് ചെയ്ത് ആ കുട്ടി അങ്ങയുടെ കുട്ടിയുടെ യശസ്സും ഒക്കെ വളർത്തി തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? രാജലക്ഷ്മി മനാദൃത്യ രാജലക്ഷ്മിയെ അനാദരിച്ചു. അപ്പൊ സുനീതി ഈ ഉത്താനപാദനാൽ അല്ലെങ്കിൽ ലോകത്തിനാൽ അനാദരിക്കപ്പെട്ടതുകൊണ്ട് ഈശ്വരന്റെ ഭക്തനായി തീർന്നു. ഇദ്ദേഹം രാജലക്ഷ്മിയെ അനാദരിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തൻ. അപ്പൊ ഏത് രീതിയിലും കുഴപ്പമില്ല, ഇതിനെ ഒന്ന് അനാദരിക്കുക എന്നാൽ തന്നെ കുറെ ഭേദമുണ്ട്. ഈ ആത്മാത്മജാരഗേഹേഷു അസക്രചിത്തന്മാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിൽ ഇനി സുനീതി എന്ന് പറയണ്ട, ഞാനൊരു മഹാറാണിയാണ് അല്ലെ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി, നമ്മുടെ ഉള്ളിലേക്ക് കൈ പൂടുന്നത്. മൃതാനന്ദമയി അമ്മയെ പോലെ ഒരു മഹാറാണിയാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണു? എന്തുകൊണ്ടാ? ഇന്ദ്രിയങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ദാസി, അവർക്ക് അടിപ്പെട്ട് ജീവിക്കണം അല്ലെ. ഈ സിനിമ ഈ ബേക്കറിയിൽ മേടിച്ചു വെച്ചൊക്കെ തിന്നണമെന്ന് ആര് പറയണത് നമ്മളോട്? അവരുണ്ടാക്കി വെക്കണത് മേടിച്ചു തിന്നല്ലേ നമ്മൾ ചെയ്യണത്. ഇപ്പൊ വിശക്കുമ്പോ കഴിക്കണത് തന്നെയല്ല. അപ്പൊ നമ്മളൊരു ഇതുപോലെ അപ്പൊ അത്തരത്തിലുള്ള ആ ഭൗതികമായ സമ്പത്തിനെ അനാദരിക്കുക. അപ്പൊ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഉത്താനപാദൻ നമ്മൾ തന്നെയാണെന്നാണല്ലോ പറയാ. സുരുചി സുനീതിന് 2 ബുദ്ധിയാണ്. അതിന്റെ സുരുചിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കും. അതുകൊണ്ടാണ് കുഴപ്പം പറയണം. അപ്പൊ എന്ത് വേണം? സുനീതിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. ഇപ്പൊ ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ നീറ്റായിട്ട് വസ്ത്രധാരണം ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പൊ ആരോ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ എനിക്ക് മടിയൊന്നുമില്ല. അപ്പൊ നീതിബോധത്തിന് അടിപ്പെട്ടുകൊണ്ട് രുചിബോധത്തെ അനുഭവിക്കണം, അല്ലാണ്ട് ഇത് ഉപേക്ഷിക്കണം എന്നല്ല പറയണം. അതാണ് 2 ഭാര്യമാരുണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാരണം. അതിനെ ഉപേക്ഷിക്കണില്ല, പക്ഷെ സുനീതിക്കായിരിക്കണം എപ്പോഴും പ്രാധാന്യം. അതാണ്
അപ്പൊ ധ്രുവൻ ഉത്താനപാദൻ അങ്ങനെ രാജലക്ഷ്മിയെ അനാദരിച്ച് ഈ തപസ് ചെയ്യുന്ന കുട്ടിയെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ധ്രുവനാട്ടെ അന്ന് പോയിട്ട് അന്ന് ഉപവസിച്ചു. പിറ്റേന്ന് മുതൽ പൂജ തുടങ്ങിന. ത്രിരാത്രാന്തേ കവിദ്ധവജരാശനം 3 ദിവസങ്ങൾ കൂടുമ്പോ ഒരു കല്ലൊക്കെ എടുത്തു വെച്ച് പൂജ തുടങ്ങി. അപ്പൊ പഴങ്ങളൊക്കെ നിവേദിച്ച് 3 ദിവസം കൂടുമ്പോഴാണ് അത്ര ഭക്ഷണം. ബാക്കിയുള്ള സമയം മുഴുവൻ ഒന്നമോ ഭഗവതയെ ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിഭുവായിരിക്കുന്ന ഭഗവാന് പിന്നത്തെ മാസമായപ്പോ 6 ദിവസങ്ങൾ കൂടുമ്പോ ഈ നാവൊക്കെ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് വലിയ രുചിയൊന്നും ഇനിയിപ്പോ വേണമെന്നില്ല, നാമം ചോദിച്ചാൽ മതി എന്നൊക്കെ. അപ്പൊ പിന്നെ ഉണങ്ങിയ പുല്ലൊക്കെ ഇലകളൊക്കെ പറക്കി തിന്നു. അങ്ങനെ ഹരിയായിരിക്കുന്ന വിഭുവായിരിക്കുന്ന ഭഗവാനെ ഉപാസിച്ചു. 3-ാമത്തെ മാസമായപ്പോ നവമേഖനി 9 ദിവസം കൂടുമ്പോ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട് ഇത്തിരി വെള്ളം കുടിച്ച് ആ കുട്ടി ജീവിച്ചു. 4-ാമത്തെ മാസമായപ്പോ വായുഭക്ഷോജിതശ്വാസോ 10-12 ദിവസം കൂടുമ്പോ ഒരു ദിവസം നല്ലൊരു പ്രാണായാമം. അതോടുകൂടി അങ്ങനെ വായുഭക്ഷകനായിട്ട് 1 മാസം. 5-ാമത്തെ മാസമായപ്പോഴോ വദനയും കൂടി ജിതശ്വാസോ നൃപാത്മജ ധ്യായൻ ബ്രഹ്മപദൈകേന തസ്തൗ സ്ഥാണുരിവാചല. ആ കുട്ടി ബ്രഹ്മധ്യാനത്തിൽ ലയിച്ചിട്ട് മറ്റെല്ലാം തന്നെ ഒറ്റക്കാല് പോലെ സ്ഥാണു എന്ന് വെച്ചാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് തൂണ്, മറ്റൊന്ന് എറണാകുളത്തപ്പൻ ശിവൻ അല്ലെ. സ്ഥാണു പോലെ ഇങ്ങനെ ഇരിക്കണുണ്ടല്ലേ, കണ്ണുമില്ല മൂക്കില്ല ഒന്നില്ലല്ലേ. രക്ഷപശ്യസ്തും രസജ്ഞോ അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട്. കണ്ണില്ലാണ്ട് കാണും, കാലില്ലാണ്ട് നടക്കും, അങ്ങനെ ഒരു മഹാദേവൻ. ഇരിക്കണുണ്ടോ ഒരു തൂണ് പോലെയാണ് അല്ലെ. അങ്ങനെ അപ്പൊ സ്ഥാണു പോലെയായി ആ തൂണ് പോലെയായി എത്രേ കുട്ടി. സർവതോ മനമാകൃഷ്യ ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തന കേന്ദ്രമായ മനസ്സിനെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പിൻവലിക്കാൻ തുടങ്ങിയ. എന്നിട്ട് ഭഗവാന്റെ മംഗളരൂപത്തെ ഹൃദയത്തിൽ ധ്യാനം കൊണ്ട് സാക്ഷാത്കരിച്ച ധ്രുവൻ വേറെ ഒന്നും കണ്ടില്ല എന്നാണ്. അപ്പൊ ഇത് പറയുമ്പോ യോഗ അതിനെക്കുറിച്ച് ശകലം പറയാം, മനസ്സിലാകാൻ പാകത്തിനൊരു ഭാഷയിൽ പറയാം. അപ്പൊ ഒരു സന്യാസി, ഈ സന്യാസി 5 സമ്പന്ന ഗൃഹങ്ങളുടെ നടുക്ക് ആശ്രമം കെട്ടി താമസിച്ചു. അങ്ങനെ സന്യാസിമാരുടെ സ്വഭാവമാണല്ലോ. എന്നിട്ടോ ഈ സന്യാസി ദിവസം വിളിച്ചാൽ എന്റെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോ പാത്രം എടുത്തോണ്ട് പോകും. 5 വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഭിക്ഷ ചോദിക്കുന്ന. അപ്പൊ സുഖമായിട്ട് ഭിക്ഷ വാങ്ങിച്ച് സന്യാസി അങ്ങനെ ചാരക്കുഴിയിൽ പട്ടി കിടന്നുറങ്ങണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. ഈ സന്യാസിമാരെ കുഴപ്പമുണ്ടാക്കണല്ലേ, ആ സന്യാസിയെ നമ്മൾ നേരെയാക്കണം. ആരാ ഈ സന്യാസി? നമ്മൾ തന്നെയാ. നമ്മുടെ മനസ്സാണ് സന്യാസി. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന സമ്പന്ന ഗ്രഹങ്ങളുടെ നടുക്ക് മനസ്സാകുന്ന ഈ ഇന്ദ്രിയം അല്ലെ. ഇപ്പൊ ധ്രുവന്റെ കഥയിൽ തന്നെ കണ്ടില്ലേ, ഉത്തമനെ എടുത്ത് മടിയിൽ വെക്കണുണ്ടപ്പോ എന്നെയും കൂടെ എടുത്ത് വെക്കുമായിരിക്കും വെച്ചു. അപ്പൊ കണ്ണാകുന്ന ഇന്ദ്രിയം പിടിച്ചോണ്ടുപോയി. അവിടെ ചെന്നപ്പോ ചീത്ത കേട്ടപ്പോ ചെവി ആകുന്ന ഇന്ദ്രിയം എല്ലാം കൂടെ മനസ്സിൽ വന്ന് മനസ്സ് മുറിഞ്ഞു അല്ലെ. അങ്ങനെയാണ് സംഭവിച്ചതേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തടുത്തിടൂ നീ മാനസഭിക്ഷുവെ പഞ്ചഗൃഹങ്ങളിൽ നിന്നും അല്ലെ. സ്വാമിയുടെ നല്ലൊരു പാട്ടാത്, വിശ്വവിമോഹിനി എന്നുള്ള കീർത്തനം. പവിത്രമാവി മാനവജന്മമിതെടുത്തതെന്തിനു നമ്മൾ, അടുത്ത ജന്മമതില്ലാതായി വിശുദ്ധ വസ്തുവിലെത്താൻ. അതിനെന്ത് വേണം? തടുത്തിടൂ നീ മാനസഭിക്ഷുവെ പഞ്ചഗൃഹങ്ങളിൽ നിന്നും. ഈ പഞ്ചഗ്രഹങ്ങളിൽ നിന്നും മനസ്സാകുന്ന ഭിക്ഷുവിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? സുരുചി ചീത്ത പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കണ്ടകശനിയായിരുന്നു എന്നാ. കണ്ടകശനി വന്നിട്ടാണ് അങ്ങനെ ചീത്ത. അതായത് കണ്ടകശനിയോ ഏടവശനിയൊക്കെ വരുമ്പോ വേണ്ടാത്തൊക്കെ പറയുന്നു. അതുകൊണ്ട് നാക്കുമ്പിൽ ക്ലിപ്പിട്ട് ജീവിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ആ സമയത്ത്. അപ്പൊ ഈ നാക്കിന് ക്ലിപ്പിടുന്ന പരിപാടിയാണ്. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവുകൊണ്ട് നാമം ചെയ്യും. ധ്രുവൻ ചെയ്ത് കക്കാതെ അതേ മനസ്സിലാകാൻ വേണ്ടവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ആരെയാണ്? മഹത്തത്വം അഹങ്കാരം, അതാണല്ലോ സൃഷ്ടിയെ തുടക്കം. അപ്പൊ അതിനും ഉപരിയായിരിക്കുന്ന ബ്രഹ്മത്തിനെ ധ്രുവൻ ഇങ്ങനെ ധ്യാനിച്ചപ്പോ എന്ത് പറ്റി? യഥൈകപാദേന സപാർത്ഥിവാർഭക പാർത്തസ്തൗതദംഗുഷ്ടനിപീഡിതാമഹി. ഒറ്റക്കാലിൽ പെരുവിരൽ ഊന്നിക്കൊണ്ട് ധ്രുവൻ നിന്നപ്പോ എന്തായി? വിഭേന്ദ്രധിഷ്ഠിതാ തരീവ. ധ്രുവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുമ്പോ സർവന സാന്ദ്രാനന്ദ അവബോധാത്മകനായിരിക്കുന്ന സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മത്തിനെ ധ്യാനിച്ചപ്പോ ആ ശക്തി മുഴുവൻ ഈ കുട്ടിയിൽ വന്നു. ആ കുട്ടി കാലനക്കിയില്ല. അനക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഒരാന തോണി കയറണ പോലെയാണ്. വെള്ളത്തിന്റെ നടുക്കൊരു തോണിയുടെ ഉള്ളിലൊരു ആന, വിഭേന്ദ്രൻ, വലിയ ആന. അപ്പൊ ആന കയറി, ആന ഒന്ന് കാലനക്കിയാൽ തോണി അങ്ങോട്ട് ചെരിയും. അതുപോലെ ഈ കുട്ടി കാലനക്കിയിരുന്നെങ്കിൽ ഭൂമി ചെരിയുമായിരുന്നു എന്ന അവസ്ഥ. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നും
ഈ ഭൂമിക്ക് ഭാരമായില്ലേ? എന്നാൽ ഭൂമിക്ക് ഭാരം ഇട്ടില്ലായിരുന്നു. ഭൂമി അതിനെക്കുറിച്ച് യാതൊരു പരാതിയും ചെയ്തില്ല. പക്ഷെ ദേവന്മാർക്കൊക്കെ പ്രാണരോധം സംഭവിച്ചു. അവരെല്ലാരും കൂടി ഭഗവാന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, എന്താ ഇപ്പൊ ഈ പ്രാണരോധത്തിന് കാരണം എന്ന് ഞങ്ങൾ അറിയണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ശരണം പ്രാപിക്കണു എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു അത്രേ, മാ ഭൈഷ്ട, പേടിക്കാണ്ടിരിക്കൂ അല്ലെ, തപസ്സോദുരത്യം, അവന്റെ തപസ്സാണ് ആ ധ്രുവന്റെ, അതിന്റെ പ്രാണനിരോധം ചെയ്തതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരൊക്കെ ഭയം തീർന്നു പോയി. ഗുരുനാഥൻ പറയാറുണ്ട്, എല്ലാവരുടെ അനുഗ്രഹം നേടിയൊരു കുട്ടിയാണ് ഈ ധ്രുവൻ. അച്ഛന്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, ദേവന്മാരുടെ പ്രാർത്ഥന അല്ലെ, നാരദ മഹർഷിയുടെ പ്രാർത്ഥന, അങ്ങനെ എല്ലാം കൂടി വന്നപ്പോ വളരെ വേഗത്തിൽ 6 മാസത്തേക്കുള്ള ആ സാധനാനുഷ്ഠാനം കൊണ്ട് ഈ കുട്ടി രക്ഷപ്പെട്ടു. തയേവം ഉത്സൻ. അപ്പോ ഭഗവാൻ ഭൃത്യദിദൃക്ഷയാഗതാം സഹസ്രശിർഷാപി തതോ ഗരുത്മത, ഗരുഡന്റെ പുറത്തേറിക്കൊണ്ട് ഭഗവാൻ ഭൃത്യനെ കാണാൻ വേണ്ടിയിട്ട് മധുവനത്തിൽ വന്നു. ഭഗവാൻ എഴുന്നള്ളത്തപ്പോ ഗുരുവായൂരപ്പ കാണാറില്ലേ, ഭഗവാൻ ശ്രീകോവിലിൽ നിന്ന് ഇങ്ങനെ എഴുന്നള്ളി വരുമ്പോ എത്രയാലേ, 8-10 പേര് വിളക്ക് പിടിക്കാൻ വേണം, 4-5 ആന എതിരേക്കാൻ വേണം, ആൾക്കാർ നമസ്കരിക്കണം, എന്തൊരു കോലാഹലം. ഇതിവിടെ വന്നിട്ട് ധ്രുവൻ അറിഞ്ഞില്ല അത്ര. അജിതം പരാജിതം എന്നാണ്. സവൈധിയ ഹൃൽപത്മകോശേ സ്ഫടിതം തടിത്രഹം. എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് അറിഞ്ഞില്ല. ബഹിസ്ഥിതം തദപസ്തം ദദർശ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള രൂപത്തിനെ മറച്ചു കളഞ്ഞു. അപ്പൊ കണ്ണു തുറന്നു, മുമ്പിൽ അങ്ങനെ കണ്ടു. സദ്ദർശ. അപ്പൊ വേഗത്തില് ഭൂമിയിൽ വീണ് നമസ്കരിച്ചു, ഒരു വടി പോലെ വീണ് നമസ്കരിച്ചതാ. ആ നമസ്കരിക്കുമ്പോ ഇങ്ങനെ ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോ ഇങ്ങനെ കോരി കുടിക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നങ്ങ് നമസ്കരിച്ചു. നേത്രം കൊണ്ട് പാനം ചെയ്യേ, ഉമ്മ വെക്കേ, ആലിംഗനം ചെയ്യേ, എന്താ കുട്ടി ചെയ്യണതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ ഭഗവാന് മനസ്സിലായത്ര, ഈ കുട്ടി എന്നെ സ്തുതിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പസ്പർശബാലം കൃപയാ ബ്രഹ്മമയേന കമ്പുന. പസ്പർശ, ബ്രഹ്മമയമായിരിക്കുന്ന കമ്പ് കൊണ്ട്, തുളസ് കമ്പ് വെച്ചാൽ ശംഖ്, ശംഖ് കൊണ്ട് ആ കുട്ടിയുടെ കവിളിൽ സ്പർശിച്ചു. കൃപയാ, കൃപ മാത്രം മതിയല്ലേ, മുഖം കരോതി വാചാലം എന്നല്ല. അപ്പൊ കൃപ കൊണ്ട് മാത്രമായാലും മതി. പിന്നെ ഈ ശംഖ് കൊണ്ട് സ്പർശിക്കാൻ കാരണം അത് ചിന്തിക്കേണ്ട ഒരു വിഷയം. എന്താ അത്? ഓട്ടൂര് പറയാറുണ്ട്, ഈ ഗുരുവായൂരപ്പനൊരു സന്യാസിയാണ്. നമ്മൾ വിചാരിക്കണമല്ലോ ദണ്ഡും കമണ്ടലും എന്നുള്ള സന്യാസിയല്ല, ഉഞ്ചവൃത്തി സന്യാസിയാണ്. ശരിയാണോ? ഒരു തെളിവുണ്ടെന്നാണ്. അന്യർക്കു വേണ്ടാത്ത പദാർത്ഥമല്ലാതൊന്നും തൊടാറില്ല വിടുന്നു കയ്യാൽ, അത്രയ്ക്കു വന്നിഷ്ടയിൽ ഉഞ്ചവൃത്തി കൈക്കൊണ്ട സന്യാസി മരുൽപുരേശൻ. നമ്മുടെ പൂർവികർ, നമ്മുടെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നത് എഴുതിയൊരു കവി നമുക്കുണ്ട്, ഒട്ടൂരിന്നും പരിപാടി. ഞാനൊക്കെ ചാടി വീണത് അത് അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു വാത്സല്യം കിട്ടിയിട്ടാ. അപ്പൊ അങ്ങനെ ഒരു ഉഞ്ചവൃത്തി സന്യാസി ഗുരുവായൂരപ്പനെ അങ്ങനെ ആർക്കും വേണ്ടാന്നാവുമ്പോഴേ തൊടുള്ളൂന്നാ. അതാണ് നമ്മളൊക്കെ എന്തെങ്കിലും ചെല്ലുമ്പോ പൽപ്പായസമൊക്കെ തന്ന് വിടുന്നത്. നമ്മളൊക്കെ അച്ഛനും അമ്മയും കാത്തിരിക്കണം അവിടെ, അതുപോലെ അമ്മ കാത്തിരിക്കണു. അതുകൊണ്ട് സ്പർശാം. അപ്പൊ ധ്രുവന്റെ ജ്ഞാനം ഉണർന്നു. ഇവിടെ മന്ത്രം. ഇത് പറയാൻ തുടങ്ങിയ എല്ലാം പറയാനുള്ളതാ. ഏറ്റവും ഇഷ്ടല്ല എല്ലാം ഉണ്ട് ഇതിനകത്ത്. ധ്രുവ ഉവാച. ഈ ശ്ലോകം ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഇതിവിടെ ഒരാൾ പറഞ്ഞായിരുന്നു, ആരെങ്കിലും കേട്ടോ? അന്നാരും വന്നിട്ടുണ്ടാവില്ല. ഈ 27ാമത് ഭാഗവത സത്ര ആരംഭിച്ചത് ഈ ശ്ലോകത്തോടു കൂടിയാ. പേജാവർ മഠാധിപതി വിശ്വേശ്വരാനന്ദ തീർത്ഥ സ്വാമികള്, അദ്ദേഹത്തിന് സപ്തതിയായി. ആ 5 വയസ്സായ കുട്ടികളുടെ ശ്ലോകം ഇപ്പൊ അദ്ദേഹം ചൊല്ലിയത്. അപ്പൊ ഈ ശ്ലോകം ഇത് കഴിയുമ്പോ നിങ്ങൾ എല്ലാവരും ചൊല്ലും. കാരണം ഇവിടുത്തെ ഈ ഉത്സാഹം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതെല്ലാവരുടെയും അതിന്റെ അർത്ഥം പറയുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. യോ അന്തപ്രവിശ്യമവാചമിമാം പ്രസുത്രാം സംജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആരാണോ ഏത് അഖില ശക്തിധരനായിരിക്കുന്ന യാതൊരാളാണോ എന്റെ ഹൃദയത്തിൽ അന്തപ്രവിശ്യ എന്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ സർവശക്തികളെയും വാക്ക്, കയ്യ്, ശ്രോത്രം, ത്വക്ക്, ജിഹ്വ എല്ലാത്തിനെയും ആരാ ഹസ്തചരണ ശ്രവണത്വഗാദീൻ അതിനെയും പ്രാണനെയും ആരാണോ ഉണർത്തിയത്? നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പുരുഷോത്തമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇത് നമ്മൾ ദിവസം രാവിലെ ചൊല്ലണം. ഇത് ഭജനാവലികളിലൊക്കെ ചേർത്തിട്ടുണ്ട് സാധാരണ ശ്രീരാമകൃഷ്ണാശ്രമത്തിലൊക്കെ. അപ്പൊ ഈ വാക്കിനെ ഉണർത്തുക എന്ന് പറയുമ്പോൾ നിസ്സാരമൊന്നുമല്ല. ഈ ഈശ്വര ഭജനം ചെയ്യുന്നവരുടെ വാക്കും അതിനെയൊക്കെ നിന്ദിക്കുന്നവരുടെ വാക്കും അല്ലെ, ന്യൂസ് പേപ്പറൊക്കെ എടുക്കുമ്പോഴേ ഹെഡിങ് കാണാറില്ലേ ഇപ്പൊ വലിയ അക്ഷരത്തില്? എന്താ വാക്കിന്റെ അർത്ഥം? തോറ്റു, ജയിലിൽ, എന്നെങ്ങനെ വലിയ ഹെഡിങ് ആണ്.
അക്ഷരം ഇല്ലാണ്ടായി, വാക്കില്ല, ഭാവന ഇല്ലാതായിരിക്കണം. ഇതിനൊക്കെ അപമാനിക്കണോ? വന്ദേ മാതരം ചെല്ലരുന്ന, അമ്മയെ ആദരിക്കരുന്ന. പിന്നെ അമ്മയും കൊണ്ട് ജയിലിൽ പോയാൽ കുഴപ്പമില്ല, അമ്മ ആദരിക്കരുന്നാണ്. അന്ന് വന്ന് അങ്ങനെയാ. വന്ദേ മാതരം ചെല്ലരുത്, സരസ്വതി മന്ത്രം ചെല്ലരുത്, നിലവിളക്ക് കൊളുത്തരുത്, നാമം ജപിക്കരുതെന്ന് പറയണവരുടെ വാക്കും ഈ നാമം ജപിക്കുന്നവരുടെ വാക്കും നമ്മുടെ മേൽപ്പത്തൂരിന്റെ വാക്ക് ഇനിയിപ്പോ കേൾക്കാം. ഇല്ലേ, എത്രയോ വായിച്ചാൽ മതിയാവണേ. സൃഷ്ടികരം തവ വപു എന്തൊക്കെയാ എഴുതി. അതിന്റെയൊക്കെ ഒരു മാധുര്യ, സഹസ്രനാമത്തിന്റെ ഒക്കെ ഒരു മാധുര്യ. മഹാദേവന്റെ ശിഷ്യനായിട്ട്, ചിദംബരേശന്റെ ശിഷ്യനായിട്ട് ഒരു സ്വാമി ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് ചിദംബരേശൻ നേരിട്ട് വന്ന് ഉപദേശം കൊടുത്തത്രേ. അപ്പൊ അദ്ദേഹത്തിന് ശിവസ്തുതികൾ വരാൻ തുടങ്ങി. മാണിക്യം പോലെയുള്ള വാക്കുകൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാണിക്യവാചകർ എന്ന് പറയുന്നു. മാണിക്യം പോലെ വിലയുള്ള വാക്കുകൾ. അതാണ് ഭാഗവത സപ്താഹത്തിനൊക്കെ എത്ര ദക്ഷിണമാണെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ വിളിക്കണം. മാണിക്യം പോലെ വിലയുണ്ട് ഇതിനെ. ഈ ധ്രുവന്റെ അല പറയാൻ പരിപാടി അതുപോട്ടെ. അപ്പൊ മാണിക്യം പോലെയുള്ള വാക്കുകൾ, ആ വാക്കുകൾ എങ്ങനെ വരണു? മഹാദേവൻ ഉള്ളിൽ കയറുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് നടന്നു പോകണ ഈ യജ്ഞം കഴിയുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒന്ന് ഈ ശ്ലോകം ചൊല്ലും, ഉറപ്പാ. അതുപോലെ എഴുത്തച്ഛന്റെ കഥ ഗുരുനാഥൻ പറയാറുണ്ട്. ഗുരുനാഥൻ ഇടയ്ക്കൊന്ന് ഓർക്കണമല്ലോ. ഗുരുനാഥൻ പറയാറുണ്ട്, എഴുത്തച്ഛൻ കവിത എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണ്ട. അപ്പൊ എഴുത്തച്ഛൻ ഇടയ്ക്ക് വഴക്ക് പറയും, എന്തൊരു ശല്യം ഈ കുട്ടികളൊക്കെ കൂടെ, എല്ലാരും കൂടി ഇങ്ങനെ വന്നാ എങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ ഓടിച്ചെന്ന് പറഞ്ഞു, ആ കവിത എഴുതണ ആ ചക്കാലമായതില്ല, ആ പുള്ളി ഞങ്ങളെ ചീത്ത പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടി ചെന്നു, എന്താ എഴുത്തച്ഛൻ, കുട്ടികളൊക്കെ വഴക്ക് പറഞ്ഞു തുടങ്ങിയോ? എഴുത്തച്ഛൻ ഞാൻ കുട്ടികളൊന്നും കണ്ടില്ല, ഞാൻ എഴുതാൻ തുടങ്ങുമ്പോ വാക്കുകൾ ഇങ്ങനെ ചാടി ചാടി വരുവാന്നേ, ശ്രീരാമ രാമായ രാമഭദ്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കഥയമമ്മ കഥയമമ്മ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന്നേ. അപ്പൊ എല്ലാം കൂടി എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാവരും കൂടെ വന്നാ എങ്ങനെയാന്ന് ചോദിച്ചതാ. അതാണ് വാക്ക്. അപ്പൊ ഈ നാവിൻ തുമ്പിൽ ഈ അക്ഷരബ്രഹ്മത്തിനെ നമുക്ക് ഈ വിരൽ തുമ്പ് കൊണ്ട് ആദരിക്കാം. അത് ചെയ്യാത്തോണ്ടാണ് സത്യം പരം ധീമഹി ഇപ്പൊ അന്ത്യകൂദാശം എടുത്തിരിക്കുന്നത്, അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ കേൾക്കണതൊക്കെ ഒന്ന് കുറിച്ച് അത് തന്നെ എഴുതി കൊടുക്കുക, എന്നാലും മതി. ഇതിലുള്ള ഈ ശ്ലോകം ഒരു വ്യാഖ്യാനമുള്ള പുസ്തകം മേടിച്ചു അതിൽ നിന്നൊരു 10 വരിയെങ്കിലും എഴുതി ഭക്തപ്രിയയിലെ ഗുരുവായൂരപ്പന്റെ. എനിക്കറിയാം ഈ പത്രാധിപന്മാർ വന്നിട്ടേ ഒന്ന് ഇപ്പൊ വന്നിട്ട് തിരുവാതിര വന്നിട്ടോ ജന്മഭൂമി എന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴേ എങ്ങനെ ലേഖനം എഴുതാൻ ആളില്ലാണ്ടിരിക്കണം. ഇവിടെ ഈ ലക്ഷങ്ങൾ വന്നിട്ട് ഈ വിരൽത്തുമ്പ് കൊണ്ട് ഇതൊന്ന് പൂജിക്കാണ്ടിരിക്കണം, എന്താ? എനിക്ക് വല്ലപ്പോഴേ പ്രഭാഷണത്തിന് അവസരം കിട്ടും, അതാ ഞാനിങ്ങനെ ചൂടായി പറയണത്. കുറെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊന്നും പറയില്ല. അപ്പൊ ഈ ഭഗവാൻ തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം, ഏകസ്വമേവം, ഭഗവാൻ ഒരാളെ ഉള്ളൂന്നാ. വിറകൊരുപാട് കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കണു അല്ലെ, ഒരഗ്നിയേ ഉള്ളൂ. അതുപോലെ ഒരു ഭഗവാനേ ഉള്ളൂ, നമ്മളെല്ലാവരിലും കൂടെ കൂടി ഒരു സത്യം അല്ലെ, സൂത്രേ മണികണായിവ, ഒരു സത്യമുള്ളൂ എല്ലാം കൂടെ കൂടി. അപ്പൊ വിറകിനറിയില്ല തീന്റെ, പക്ഷെ തീനറിയാത്ര ഏത് വിറകിനാ ചൂടുള്ളതെന്ന്. അതാണ് വ്യത്യാസം. നല്ല ചൂടുള്ള വിറകിൽ നല്ലോണം കത്തും, തണുത്ത വിറകിൽ പയ്യെ കത്തുള്ളൂ. അതാണ് എല്ലാത്തിലും ഈശ്വരൻ തന്നെയാണ്. എന്നാലും അപ്പൊ അങ്ങനെ ദാരുഷു വിഭാവസുവദ്വിഭാസീതദ്ദത്തയാവയുനയ, അവിടുന്ന് കൊടുത്ത ജ്ഞാനം തന്നെയാണ് ബ്രഹ്മാവിന് ഈ സൃഷ്ടി നടത്താനുള്ള കാരണമായതെന്ന്. അർച്ചന്തി കൽപ്പകതരും, നോക്കണേ, കൽപ്പകതരുവാണ് മഹാദേവൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലേ. എന്നിട്ടോ ഗുണബോധഭോഗ്യമിച്ഛന്തി, ഗുരുവായൂരൊക്കെ ചെന്നാ കാണാം. സപ്താഹം നടത്തുന്നിടത്ത് ഒരു ക്യൂ ഉണ്ടാവില്ല, കൃഷ്ണാട്ടം കാണുന്ന ആളുണ്ടാവില്ല, നാമം ജപിക്കുന്നിടത്ത് ആളുണ്ടാവില്ല. ഗുണബോധഭോഗ്യം അല്ലെ, ശരീരത്തിന് വേണ്ടതായിരിക്കണം. ഈ അവിടെയൊക്കെ നിറച്ച ആളായിരിക്കും, വലിയ ക്യൂ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് പ്രസാദം വാങ്ങി ഭക്ഷിക്കരുതെന്നല്ല കേട്ടോ ഞാൻ പറയണത്, പ്രസാദം കഴിക്കണം. ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേക്കാളും നല്ലതാണ് ഗുരുവായൂരപ്പന്റെ പ്രസാദമൊക്കെ ചൂടെ വാങ്ങി കഴിക്കുന്നത് തന്നെയാണ്. പ്രസാദം കഴിക്കാതിരിക്കരുത്. എന്നാലും പിന്നെ യാ നിർവൃതിസ്തനുഹൃതാം, ശരീരമെടുത്തവർക്ക് ഇതിലും വലിയൊരു നിർവൃതി എന്താന്നാ ധ്രുവൻ ചോദിക്കണം. ഇപ്പൊ നമ്മൾ അനുഭവിക്കണ ഈ നിർവൃതിയില്ലേ, തവ പാദപത്മധ്യാനാൽ ഭവജ്ജന കഥാ ശ്രവണേന വാസ്യാൽ, സാധുവിന് ശിശുക ബ്രഹ്മർഷിയെ പോലെയുള്ളവരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നില്ലേ, സാ ബ്രഹ്മണി, ബ്രഹ്മജ്ഞാനത്തിൽ പോലും അത് കിട്ടില്ല അത്ര. കിം ദ്വന്ദ്കാസിൽ വിളിതാൽ, പിന്നെ ഈ വിമാനത്തിൽ നിന്ന് വീഴുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് അങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് ആര് പോകാൻ മോഹിക്കുന്ന. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം, ഭക്തിം മുഹു പ്രവഹതാം, എനിക്ക് ഭക്തി ഉണ്ടാക്കി തരാം അല്ലെ, പ്രവഹിക്കുന്ന ഭക്തി പ്രവഹിപ്പിക്കുന്ന ആളുകള്. നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിനെ പോലെയൊക്കെ ഉണ്ടായിരുന്ന അവരെ പോലെയൊക്കെയുള്ള ഭക്തി ഉണ്ടാക്കി തരണം. അവരുമായിട്ടുള്ള താല്പര്യം, ഗുണകഥാമൃത പാനമത്തന്മാരായിരിക്കുന്ന അവരുടെ സംസർഗം ഉണ്ടായാൽ പിന്നെ നമുക്ക് ഈ സംസാരത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
ഭവതീയ പദാര, അങ്ങനെ ഗൃഹാദികൾ ഇതിലൊന്നും പിന്നെ നമ്മൾ ആസക്തരാവില്ല. അത്ര ഗുരുവായൂരപ്പ ധ്രുവൻ പറയണു, ഭഗവാനെ അവിടുത്തെ തിരിയഗ്നാക അങ്ങനെയുള്ള ഒരു ദശാവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങയുടെ സൂക്ഷ്മമായിരിക്കണം ഈ രൂപത്തിനെ കുറിച്ച് എനിക്കറിയില്ല. അവിടുന്ന് നിത്യമുക്തനാണ്, പരിശുദ്ധനാണ്, ഞാനോ ബദ്ധനാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ മഹാദേവന്റെ ഒരു ശ്ലോകമുണ്ട്. ശിവമഹാപുരാണം ആരംഭിക്കുന്ന ശ്ലോകമാണ് ആദ്യന്തമംഗളം എന്ന തുടങ്ങാം. ആദ്യന്തമംഗളം അതാത് സമാനഭാവം ആര്യന്തമീശം അജരാമരം അല്പദേവം പഞ്ചാനനം, വെറുതെ ഇരിക്കുകയല്ല, പഞ്ചവിനോദശീലം സംഭാവയെ മനസ്സി ശങ്കരം അംബികേശം. എന്നാലും മഹാദേവിയോട് കൂടിയാണ് താൻ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ശാലം കിട്ടുമ്പോൾ ദേവി ഇട്ടിച്ച് പോണ പരിപാടിയൊന്നുമില്ല, ഒന്നിച്ച് കൊണ്ടുപോകും ചെയ്യും. അതാണ്. അപ്പൊ നമ്മൾ പറയാറില്ലേ, മനോബുദ്ധ്യഹങ്കാര ചിത്താനുനാഹം, ഞാൻ ശിവനാണ്. ആ ശിവനും നമ്മുടെ എറണാകുളത്തപ്പനായിരിക്കണം സദാശിവ ബ്രഹ്മവും ഒന്ന് തന്നെയാണോ എന്നാണ് ചോദ്യം. അങ്ങനെയല്ലാന്ന്. അത് ശകലം വ്യത്യാസമുള്ളൂ. നമ്മൾ എത്തിച്ചേർന്നത് ആ ശിവനിൽ തന്നെ ആയിരിക്കും. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് മാലിന്യം ഉണ്ട്. അതാണ്. ഇപ്പൊ ആണവമലം അങ്ങനെ മലങ്ങളുണ്ട്. എന്നാൽ ഈ മഹാദേവൻ അതില്ലാന്ന്. അതല്ലേ ഇപ്പൊ മുമ്പ് പറഞ്ഞില്ലേ, നഖത്തിന്റെ ഭംഗി. ശ്മശാനത്തിലാണ് കിടക്കണമെങ്കിലും മാലിന്യം ഇല്ല അവിടത്തേക്ക്. അവിടത്തേക്ക് മുമ്പ് മാലിന്യം ഇല്ല, ഇപ്പോഴില്ല, ഇനിയിട്ട് ഉണ്ടാവുകയില്ല. നമുക്കങ്ങനെയല്ല, പണ്ട് മാലിന്യമുണ്ട്, ചിലപ്പോ ഇനി ഉണ്ടാവാം. അപ്പൊ അതിനെയൊക്കെ നശിപ്പിച്ച് നമ്മള് ശിവനായിത്തീരുന്നു. മഹാദേവൻ അങ്ങനെയല്ല, ആദ്യന്ത മംഗളം. ജനിച്ചപ്പോഴും ജനിച്ചില്ല, മരിച്ചില്ല. ജനിച്ച തിരുവാതിരയുടെ അന്നാണ്. ഏതായാലും അവിടുന്ന് ആദ്യന്ത മംഗളനാണ് ഭഗവാൻ. അത് തന്നെയാണ് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. ധ്രുവൻ പറയണു, ഞാൻ ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ഒരുപാട് പറയണേ അല്ലേ? എന്റെ കാരണന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയണേ? അവിടുന്ന് സത്യാശിഷോഹി ഭഗവൻ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ആശിസ് എന്ന് പറയുന്നത് അവിടുത്തെ ശ്രീപാദ പത്മത്തിങ്കൽ എത്തുക എന്നുള്ളതാണ്. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. നിഷ്കാമ ഭക്തന്മാർക്ക് അതിലും വലിയ ശ്രേയസ്സൊന്നും ഇല്ല. എങ്കിലും വാശ്രേവത്സകം, കുട്ടികളുടെ ആഗ്രഹം എന്താന്ന് അമ്മ അറിയണ പോലെ, അല്ലെങ്കിൽ തള്ളപ്പശു അറിയണ പോലെ നമ്മൾ പറയാറില്ലേ, കുട്ടികൾ അവൻ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ അവൻ വേണ്ടാന്ന് പറയേ, അതൊക്കെ എനിക്കറിയാം എന്ന് അമ്മ പറയാറില്ലേ. അപ്പൊ അമ്മയ്ക്കറിയാം കുട്ടിയുടെ മനസ്സെന്താണ്. അതുപോലെ ഗുരുവായൂരപ്പന്റെ അടുത്ത് നീ നിഷ്കാമ ഭക്തി ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോഴും എന്റെ ഉള്ളിലിരിപ്പെന്താന്ന് അവിടത്തേക്ക് അറിയാം. വാശ്രേവത്സകം. ഇപ്പൊ പെറ്റുവീണ കുട്ടിയോട് തള്ളപ്പശുവിനുള്ള സ്നേഹം എങ്ങനെയോ അതുപോലെയാണ് ഗുരുവായൂരപ്പൻ ഭക്തന്മാരെ. ഇതൊക്കെ നമ്മളെ ചെവിയിൽ ഇങ്ങനെ നുള്ളി വെക്കണം. അവിടെ നിന്ന് ആലോചിക്കാണ്ട് ഇത്ര വേഗം സങ്കടം വരണേ. അയ്യോ ആരും ഇല്ലല്ലോ, ആരും ഇല്ലയോ?